ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗം. പിശാച് ബാധിതനെ യേശു സുഖപ്പെടുത്തുന്നതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് ഇന്നത്തെ ധ്യാന വിഷയമായിട്ട് നാം തിരഞ്ഞെടുക്കുക. ഈശോയുടെ ശിഷ്യന്മാരുടെ അടുക്കൽ അന്ധനും മൂകനും ബധിരനുമായ പിശാച് ബാധിതനെ അവൻ്റെ പിതാവ് കൊണ്ടുചെല്ലുന്നു. ആ പിശാചിനെ പുറത്താക്കാൻ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് സാധിക്കാതെ പോകുന്നു. ആ ബാലനിൽ ആവേശിച്ച പിശാചിനെ ശക്തമായ അഭിഷേകമുള്ള വചനത്താൽ യേശു നേരിടുന്നു. അവനിൽ നിന്ന് പിശാച് പുറത്തു പോകുന്നു. വൈകുന്നേരത്തെ അന്ത്യചർച്ചയിൽ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, എന്തേ ഞങ്ങൾക്ക് അവയെ പുറത്താക്കാൻ കഴിയാതെ പോയത്? നിങ്ങളുടെ പ്രാർത്ഥനക്കുറവ് കൊണ്ട് എന്ന് യേശു മറുപടി നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതല്ല. എന്തുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പിശാചിനെ പുറത്താക്കാൻ സാധിക്കാതെ പോയി എന്നതിന് ഈശോ കൊടുക്കുന്ന ഉത്തരം നോമ്പുകാലം കൊണ്ട് നാം പരിഹരിക്കേണ്ടതാണ്. അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനക്കുറവ് കൊണ്ടാണ്. അല്ലയോ ക്രിസ്തു ശിഷ്യനായ സഹോദര സഹോദരി, നമ്മുടെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥതയിൽ മാന്യം ഭവിച്ചിട്ടുണ്ടോ? ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് നിനക്ക് സാധിക്കാതെ പോകുന്നുണ്ടോ? ഈ നോമ്പിൻ്റെ ദിനരാത്രങ്ങളിൽ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക്, അതും സാധിക്കുമെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കണമെന്ന് ഈ ദിവസങ്ങളിൽ വചനപ്രഘോഷകരും വൈദികരും പിതാക്കന്മാരുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ മനോനിരൂപണങ്ങളിൽ ഉരുവാകുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ ദൈവസന്നിധിയിലുയർത്തി നമ്മുടെയും മറ്റുള്ളവരുടെയും പാപത്തിന് പരിഹാരമായും നമ്മുടെയും മറ്റുള്ളവരുടെയും പ്രാർത്ഥനക്കുറവിന് ഉത്തരമായും കൂടുതൽ തീക്ഷ്ണതയോടുള്ള പ്രാർത്ഥന നമുക്ക് അനിവാര്യമാണ്. പിശാച് ബാധിതനായ ആ മകൻ്റെ പിതാവ് കരഞ്ഞ് ആർത്ത് വേദനയോടുകൂടി ഈശോയുടെ മുമ്പിൽ ഉറക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസക്കുറവ് പരിഹരിച്ച് എൻ്റെ മകനെ മേൽ കരുണയായിരിക്കണമേ, അവനെ തൊടണമേ, അവനെ സ്പർശിക്കണമേ. ഈ ഒരു പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നമ്മളൊക്കെ ഉയരേണ്ടതാണ്. വിശ്വാസത്തിൻ്റെ കുറവ് എന്നതിനപ്പുറത്ത് അവിശ്വാസം പരിഹരിച്ച് എൻ്റെ മകനെ നീ രക്ഷിക്കണം. ഇന്ന് നമുക്ക് ക്രിസ്തുവിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലുമൊക്കെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ് സത്യം. നമ്മുടെ രോഗപീഠകൾക്ക് പരിഹാരമായിട്ട് അവനുണ്ടാകുമെന്ന്, നമ്മുടെ കഷ്ടതകളിലും ദുഃഖങ്ങളിലും അവൻ സമീപസ്ഥനാണ് എന്ന്, എൻ്റെ നൊമ്പരവേളകളിൽ അവൻ എന്നെ മാറോട് ചേർത്ത് എനിക്ക് സൗഖ്യവും ആശ്വാസവും നൽകുമെന്നൊക്കെയുള്ള വിശ്വാസം ഇന്ന് ആവറേജ് ക്രിസ്ത്യാനിയിൽ നിന്ന് കൈമോശം വന്നു പോയിരിക്കുകയാണ്. തിരക്കുകളുടെ ഇടയിൽ ഓടുന്ന അവന് ദേവാലയത്തിലെത്തണമെന്നില്ല, പ്രാർത്ഥനകളിൽ സജീവമാകണമെന്നില്ല. ഓളപ്പരപ്പിലുള്ള ജീവിതമാണ് അവനിഷ്ടം. വിവാഹവും ആഘോഷങ്ങളുമൊക്കെ നടക്കുമ്പോൾ പള്ളിയിൽ കയറാൻ ആളില്ല. അത് കഴിഞ്ഞ് നടക്കുന്ന ആഘോഷങ്ങൾ അടിച്ചു പൊളിക്കുമ്പോൾ മദ്യത്തിൻ്റെയും അടുത്ത കാലത്ത് രാസലഹരിയുടെയും ഒക്കെ പിടിവിട്ട് പ്രവർത്തിക്കുന്ന യുവജനങ്ങളെയൊക്കെ കാണുമ്പോൾ നൊമ്പരമാണോ വേദനയാണോ
അസ്വസ്ഥതയാണോ നമുക്കുണ്ടാകേണ്ടത്? ഈ തുള്ളുന്ന യുവജനങ്ങളിലേറെയും അന്ന് നടത്തപ്പെട്ട ആത്മീയ ശുശ്രൂഷയിൽ പള്ളിക്കകത്ത് കയറിയിട്ട് പോലും ഉണ്ടാകില്ല. അവർ ഓളപ്പരപ്പിലാണ്. വിശ്വാസം എവിടെയൊക്കെയോ കൈമോശം വന്നിരിക്കുന്നു. ആ വിശ്വാസക്കുറവിൻ്റെ തലം കൂടെ ദൈവസന്നിധിയിൽ ഉയർത്തി ഹൃദയപരമാർത്ഥതയോടെ പ്രാർത്ഥിച്ച ആ പിതാവിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.